ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസം 16-ാം തീയതി 1988 വിശുദ്ധ കർമ്മല മാതാവിൻ്റെ പെരുന്നാളിനെ റക്ടച്ചൻ കർമ്മലിത്തക്കാരനായിട്ടുള്ള OCD മൈക്കൽ ആഞ്ചലോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് എ ഫോർച്യൂൺ. പരിശുദ്ധ പിതാവിൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ കുർബാനയ്ക്ക് സഹായിക്കാനായിട്ട് അച്ഛനെ അനുവാദം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ നേരത്തെ ഒരുങ്ങി പോകണം. ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടെ സഹായിച്ചു. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് പരിശുദ്ധ പിതാവ് വളരെ വാത്സല്യത്തോടുകൂടെ എന്നോട് പറഞ്ഞു, I know only two things about the Syro Malabar Church. Number one, your families are very much testifying the faith. The power of your church is not the bishops, is not the priest nor religious, but your families and your parents. രണ്ടാമത് പരിശുദ്ധ പിതാവ് പറഞ്ഞു, and I know the second thing about the Syro Malabar Church. Your church is a migrating community and your migration is part of your mission work. ഞാനും ഒരു പുതിയ രൂപതയുടെ ഇടയനായിട്ട് ശംഷാബാദിലേക്ക് പോയ ആളാണ്. ഒരു പുതിയ രൂപത ആരംഭിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളും കണ്ണുനീരും ഉണ്ടെന്ന് എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ വളർച്ചയ്ക്ക് പിറകിലെ പ്രസവ വേദന അനുഭവിച്ച ഒരു അമ്മയുടെ സ്ഥാനമാണ് പ്രിയങ്കരനായിട്ടുള്ള ബെൽത്തങ്ങാടി പിതാവായിട്ടുള്ള ലോറൻസ് പിതാവെ. നന്ദിയോടുകൂടെ സീറോ മലബാർ സഭ അങ്ങയുടെ മുൻപിലെ പ്രണാമം അർപ്പിക്കുന്നു. പിതാവെ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ, പിതാവ് ഈ ജനത്തിന് വേണ്ടി ഏറ്റെടുത്ത വലിയ ത്യാഗങ്ങൾ. ആരംഭകാലത്ത് വൈദികരെയൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. തലശ്ശേരി രൂപതയിൽ നിന്നാണ് ഈ കനഡ മിഷൻ ആരംഭിച്ചത്. വള്ളോപ്പള്ളി പിതാവാണ് കനഡ മിഷന് തുടക്കം കുറിച്ചത്. തലശ്ശേരിയിലെ വലിയ മറ്റ പിതാവാണ് ഇതൊരു രൂപതയാക്കാനായിട്ട് പരിശ്രമിച്ചത്. തലശ്ശേരി രൂപതയാണ് സന്താനങ്ങളുടെ കാര്യത്തിലെ സിറോ മലബാർ സഭയിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ. തലശ്ശേരി രൂപത ബെൽത്തങ്ങാടി രൂപതയെ കൈപിടിച്ച് വളർത്തിയതിനെ ഓർത്ത് തലശ്ശേരി രൂപതയോടും അന്ന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഈ രൂപതയെ ബലപ്പെടുത്തിയതിന് തലശ്ശേരി രൂപതക്കാരോടുള്ള സിറോ മലബാർ സഭയുടെ കടപ്പാടും ഞാനിവിടെ പ്രത്യേകം ഓർമ്മയോടുകൂടെ ഏറ്റുപറയുന്നു. നിങ്ങളോട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് ജനറോസിറ്റി. സിറോ മലബാർ സഭയുടെ വളർച്ചയിലെ ഈ പ്രദേശത്തുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ അഭിമന്യ പിതാവും ഇവിടുത്തെ വൈദികരും സമർപ്പിതരും ഇവിടുത്തെ ദൈവജനവും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ സിറോ മലബാർ സഭയിലെന്നും ഭൂമിയുടെ ഉപ്പ് പോലെ വർത്തിച്ചിട്ടുണ്ട്. ഉപ്പിന് 3 ദൗത്യമാണുള്ളത്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് 3 അർത്ഥത്തിലാണ്. ഒന്നാമതായിട്ട് അത് രുചി പകരുന്നതാണ്. ഉപ്പില്ലാത്തത് എന്ത് രസമുള്ളത്. ഉപ്പാണ് ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കുന്നത്. സിറോ മലബാർ സഭയെ അതിൻ്റെ വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവശേഷിയെ, അതിൻ്റെ വീട്ടിലെ സദ്യയെ, the banquet of the Syro Malabar Church is made very tasty by your presence and your mission and ministries. രുചി പകരുന്ന ഉപ്പ്. ഉപ്പിൻ്റെ രണ്ടാമത്തെ വലിയ അർത്ഥം അത് സാധനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. എ പ്രിസർവേറ്റർ.
and I consider the Beltangadi diocese always remained in the Syro Malabar Church a preservator. എന്നും സഭയുടെ നിലപാടുകള്, സഭയുടെ പാരമ്പര്യങ്ങള്, സഭയുടെ പൈതൃകങ്ങള് കടുകിടവിടാതെ എന്നും നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മൈഗ്രന്റ് നാട്ടിലേക്ക് കടന്നു വന്നപ്പോഴ് നിങ്ങൾ മാറ്റിവെക്കാതെ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ പിതാക്കന്മാരുടെ പൈതൃകങ്ങള്, അത് ഈ 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്പം പോലും കുറവ് കൂടാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നതിനെ ഓർത്ത് തമ്പുരാനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പലർക്കും അത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ഉറകെടാതെ അത് കാത്തു സൂക്ഷിച്ചു എന്നതിലെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഉപ്പിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അത് വളർച്ചയ്ക്കുള്ള വളമാണ്. അത് വളർച്ചയുടെ വളമാണ്. ചില കമന്റേറ്റേഴ്സ് അതിനെ പറയുന്നത് ഇറ്റ് ഈസ് എ മെഡിസിൻ. ഉപ്പ് ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ്. സിറോ മലബാർ സഭയിലെ ബെൽത്തങ്ങാടി രൂപത ചെറുതാണെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ശുശ്രൂഷകളും സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പ്രദേശത്ത്, ഈ കാനഡ പ്രദേശത്തുള്ള ഈ സ്ഥലത്ത് കാർഷിക വൃത്തിക്കും കച്ചവടത്തിനും ജോലിക്കുമായിട്ട് കുടിയേറി പാർത്ത നിങ്ങള് 25 വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണ് സഭയ്ക്ക് നൽകിയത് എന്ന് ചോദിച്ചാലേ നിങ്ങൾ പീഠത്തിൽ വെച്ച ഒരു വിളക്ക് പോലെ എല്ലാവരോടും പറയുന്നുണ്ട്, എവിടെ പോയാലും അടിവേര് നഷ്ടപ്പെടാതെ ജീവിക്കുക. ഇന്നത്തെ മനുഷ്യൻ വേരുകളില്ലാത്ത മനുഷ്യനാണ്. വേരുകള് പിഴുതു മാറ്റപ്പെട്ട മനുഷ്യരാണ്. വേരുകൾ നഷ്ടപ്പെടാതെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമായിട്ടാണ് ബെൽത്തങ്ങാടി രൂപതയെ ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുക. ഞങ്ങൾക്കതിലെ കടപ്പാടുണ്ട്, ഞങ്ങൾക്ക് അതിലെ കൃതജ്ഞതയുണ്ട്. 25 വർഷമായിട്ട് നിങ്ങൾ സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ഞങ്ങള് കരുതുകയാണ്. എന്നും നിങ്ങള് അന്ധകാരമുള്ളിടത്തൊക്കെ വെളിച്ചം പകർന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മൈഗ്രൻസ് ഈ കാനഡ പ്രദേശത്തേക്ക് തലശ്ശേരിയിൽ നിന്നും മലബാറിൽ നിന്നും കുടിയേറിയപ്പോഴ് അന്നത്തെ ലാറ്റിൻ ഡയസിസുകള് give a hand, and I am very grateful to all the Latin dioceses who took the pain of keeping our people in Catholic faith. When they have left their tradition, when they have left their land, when they have migrated to this Canada, you have their foster fathers. You were giving them support and you were guiding them. പിന്നീടാണ് ബെൽത്തങ്ങാടി രൂപത വന്നത്. നമ്മുടെ സഭ മൈഗ്രന്റ് ടെറിട്ടറികളിലെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ആദ്യത്തേത്, we become authentic witness. ഞാൻ ചിലപ്പോഴൊക്കെ ലാറ്റിൻ ഡയസുകളിൽ ചെല്ലുമ്പോൾ സീറോ മലബാറുകാരെ കുറിച്ചിട്ട് മൈഗ്രൻസിനെ കുറിച്ചിട്ട് പറയാറുണ്ട്, the best portion of our people of God are our Syro Malabar people. We follow the tradition, we follow the witness of the command of the Lord. സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മള്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൂബിലി അവസരം കുറെ കൂടെ സാക്ഷ്യമേകാനായിട്ട് കാരണമാകട്ടെ. സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത, പ്രത്യേകിച്ച് മൈഗ്രന്റ് സെന്ററിൽ ഞാൻ കണ്ടിട്ടുള്ളത്, യു ബിക്കം മിഷണറീസ്. ധാരാളം മിഷണറിമാരെ നമുക്ക് സഭയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. നാളെയും കർത്താവിന്റെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പ്രസംഗിക്കാൻ മിഷണറിമാരെ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവിൻ, സർവ്വജനതകളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. മൈഗ്രൻസ് ആർ മിഷണറീസ്. പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന നല്ല ദിവസം
കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ കൈകളിലെ ബെൽത്തങ്ങാടി രൂപതയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ നിങ്ങളെ വഴി നടത്തട്ടെ.